ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര മുതുകോര മലയിലേക്കാണ്. മുതുകോര മല പോകുന്നതെന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്ത് നിന്നും 12 കിലോമീറ്ററുള്ള NDR എത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ മുതുകോര മലയ്ക്ക് തിരിഞ്ഞു പോകുന്നത്. അവിടെ നിന്ന് 5-6 കിലോമീറ്റർ മുതുകോര മലയ്ക്കുണ്ട്, പിന്നെ ഒരു 2-3 കിലോമീറ്റർ നടക്കാനുണ്ട്. ഏതായാലും നമുക്ക് മുതുകോര മലയിൽ ചെന്ന് കാണാം. നമ്മൾ എത്തിയിട്ടുണ്ട്. സൈൻ ബോർഡാണ് ഈ കാണുന്നത്. മുതുകോര മലയ്ക്ക് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. 1.5 കിലോമീറ്റർ നടപ്പുണ്ട് കേട്ടോ. മുതുകോര മലയ്ക്ക് 1.5 കിലോമീറ്റർ നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങാം. മുതുകോര മല കയറ്റം കയറി തുടങ്ങിയിരിക്കുന്നു. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. മാസ്കൊക്കെ ഊരിയെന്ന് പറഞ്ഞാൽ ആരുമില്ല, ഒരു പറമ്പാണ്. 1.5 കിലോമീറ്റർ നടപ്പെന്ന് പറയുമ്പോൾ തന്നെ ആരും വരത്തില്ല. അപ്പം നമുക്ക് മുതുകോര മല ചെന്നിട്ട് കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞേക്കുന്നത്. പോയി കാണാം. 1.5 കിലോമീറ്റർ നടപ്പ് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. എങ്കിലും കുഴപ്പമില്ല, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തകർക്കാം. അവിടെ കയറ്റി വിടത്തൊന്നുമില്ല. ബംഗ്ലാവൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ഇല്ല, കയറ്റി കാണിക്കുന്ന അടുത്ത് അവിടെ മഴ കഴിഞ്ഞാൽ കയറി നിൽക്കുന്നപ്പോൾ നീ തന്നെ പിടിച്ച് കയറിപ്പോ. ബ്ലോഗറും അടുത്ത് കേട്ടോ. കുറച്ച് കയറിയപ്പോൾ നമ്മൾ ബ്ലോഗറും അടുത്തേക്ക് പോകണേ. എളിക്ക് കൈ കൊടുത്തു. ഇനിയും മുന്നോട്ട് നടക്കാൻ ദൂരങ്ങൾ ഒരുപാടുണ്ട്. എല്ലാത്തിൻ്റെയും കൂമ്പ് പാടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നടന്ന് മടുത്ത് വരുന്നുണ്ട്. ഹലോ ഹലോ കുറച്ച് നേരത്തെ കയറിയപ്പോഴാണ് ഞങ്ങളുടെ പരിപ്പ് ഇളകിയിട്ടുണ്ട്. ഏകദേശം 500 മീറ്റർ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇത് മറ്റേ വയനാട് ചുരം കയറുന്ന പോലെ ആയിപ്പോയി. SS വളവായിപ്പോയി. ഞങ്ങൾ മടുത്തു. ഏറ്റവും കൂടുതൽ സൂക്കേട് മൊത്തം മുതുകോര മല കയറാൻ നിന്ന ആളാണ് ഇരിക്കുന്നത്. നടപ്പില്ലായിരുന്നെങ്കിൽ ഓക്കെ കേട്ടോ. അവരവിടെ വേലി കൊണ്ട് അടച്ചിട്ടുണ്ട്. അല്ലെ എങ്ങനെയും ബൈക്ക് നമുക്ക് തള്ളിക്കയറ്റിക്കൊണ്ട് പോവാം. പക്ഷെ നടക്കത്തില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. വെള്ളം മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. ആ പാടെ വെട്ടിലാവുമെന്ന് തോന്നുന്നു. 2 കിലോമീറ്റർ മിച്ചം നടക്കാനുണ്ട്. 1.5 കിലോമീറ്റർ അല്ലെന്നാണ് ഇവർ പറയുന്നത്. 1.5 കിലോമീറ്റർ അവിടെ എഴുതിയാൽ 2 കിലോമീറ്റർ മിച്ചം നടന്നാലേ വ്യൂ പോയിന്റ് എത്തത്തുള്ളൂ. അവന് കൊടുക്കണ്ട, അവൻ മേടിക്കേണ്ടത് പറഞ്ഞു. നീലക്കൂലി മേടിക്കട്ടെടാ. എന്നാ ചെയ്യണം? അത് ചാണകമുണ്ട്, നോക്കി നടക്കണേ. ഞങ്ങളപ്പോൾ ഒരു കുറുക്ക് വഴി കയറിയതാണ്. താഴെക്കൂടെ റോഡുണ്ടായിരുന്നു. റോഡ് കടന്നാൽ നമ്മൾ വീണ്ടും ഈ കുറുക്ക് കയറുന്നിടത്തേ വന്നു പറ്റത്തുള്ളൂ. എങ്ങനെ പോലെ ഒരു 50 മീറ്റർ ലാഭിക്കാലോ എന്ന് ഓർത്ത് കുറുക്ക് കയറിയതാണ്. വഴി തെറ്റിയോന്ന് അറിയാതെ നിൽക്കുന്ന 3 എണ്ണം. ഇതിലെ ആദ്യം വന്നവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി നിൽക്കുക. റേഞ്ച് കിട്ടുന്നില്ല. എന്നാ വിളിക്കാവനെ. മുതുകോര മല അടിപൊളി. ഇടയ്ക്ക് കൊളസ്ട്രോളൊക്കെ ഇച്ചിരി കൂടുതലുള്ള ഇതിലെ കയറി അങ്ങ് നടന്നാൽ മതി. കയറി ചിലപ്പോൾ വ്യൂവും കാണാം. കൊള്ളമെല്ലാം അങ്ങ് ഇളകുകയും ചെയ്യും. ഇവനാണ് പറഞ്ഞ വെള്ളവും വേണ്ട, ചോറും വേണ്ട, കറിയും വേണ്ട, ഇപ്പം അങ്ങ് എത്തുമെന്ന് പറഞ്ഞു. വണ്ടി അങ്ങോട്ട് ചെന്ന് എത്തുമെന്ന് പറഞ്ഞു മുതുകോര മലയിൽ. അയ്യോ 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 അയ്യോ. ശ്വാസം മുട്ടലുള്ളവരൊന്നും ഇങ്ങോട്ട് കയറിയേക്കല്ലേ. എല്ലാം നടപ്പുള്ള വഴിയാ കേട്ടോ. കയറി കയറി മടുക്കും. അപ്പം വയനാട് ചുരം കയറുന്ന അതേ ഇട്ടാ കേട്ടോ. കറി കറി കയറുന്നേ. ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്ത എനിക്ക് ആരെങ്കിലും നന്ദി പറയാനുണ്ടോ? എനിക്ക് നന്ദി പറയുന്നുണ്ട്. അതിനകത്ത് കാട്ടുപന്നി കണ്ടുണ്ട്. അതിനകത്ത് ഉപ്പനായിരിക്കും. ഉപ്പനും കുപ്പനൊന്നുമില്ല. ഉപ്പനാണോ ഇളക്കി മറിച്ച് വരുന്നത്? എന്തി അതിനിടയിൽ ഇപ്പം അങ്ങോട്ട് മാറി പുലിയായിരിക്കുന്നേ. കുത്തുവാടാ. കുത്തിയാ കുത്താ പിന്നെ പിന്നെ ഞാൻ അപ്പോൾ മുതുകോര മലയെന്ന് എഴുതി വെച്ചേക്കുന്നു. കണ്ടാ, സൂപ്പർ സൂപ്പർ. എന്തോ കാട്ടുപന്നി എന്തോ ഉണ്ട്. ഇവന്മാരെ വശക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ ഓടാം. സത്യം പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ. മണ്ടയൊക്കെ കണ്ടോ, ക്യാമറ കാണുന്ന പോലെയല്ല, നല്ല വ്യൂ ആ. ഏതായാലും കൊറോണ നമ്മളെ എന്നാ വീണോ? മിക്കി വാഴ വെച്ചിരിക്കുന്നു. കയറി പോകുമ്പോൾ ഉള്ള വ്യൂസാണ് ഈ കാണുന്നത്. ഓപ്പോസിറ്റ് ഏതൊക്കെയോ മല കാണുന്നുണ്ട്. കൂടെ വന്നവന്മാരെല്ലാം മടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഉഷാറായിട്ട് നടക്കുന്നത്. ഏറ്റവും വലിയ രസം ഈ നിൽക്കുന്ന മരം
ഈട്ടുമരമാണെന്നാണ് ഇവൻ പറഞ്ഞത്. ഇതെന്തോ കാട്ടുമരം വളർന്നു നിൽക്കുന്നതാണ്. കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കേട്ടോ കണ്ണാടി വെച്ചേക്കുന്നത്. കൊടൈക്കനാൽ കണ്ണാടി പുറകെ നിൽക്കുന്നത് 20 രൂപ. പിന്നെ ഇളം കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പ് പോകുന്നുണ്ട്. നല്ല രസമില്ല ആകാശമൊക്കെ കാണാൻ. ഇളം കാറ്റ് തേങ്ങാക്കൊലകൾ ആടുന്ന കൂടിപ്പോയ ഒരു 600 അല്ലേ 700 മീറ്റർ ഞങ്ങൾ നടന്നിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും തന്നെ മടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മളാരും നടക്കുന്നില്ലല്ലോ. മൊത്തം ഒന്നെങ്കിൽ 2 വീലർ അല്ലെ കാറൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ നടക്കുന്ന പോലെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. ഉറപ്പാണോ? ശരി, നമ്മുടെ ഗൈഡ് ചെയ്യുന്ന അൻസലാണ്. അൻസൽ വന്നിട്ടൊന്നുമില്ല. അൻസലിൻ്റെ ഏതോ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അവൻ്റെ നാട് ഇവിടെ താഴെയാണ്ടോണ്. അവനാണ് പറഞ്ഞേക്കുന്നത് ഇതിലതിലേക്ക് പോയാൽ മതി എന്ന് പറയാം. ഇതെല്ലാം കയറി കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ട് ചെല്ലുന്നത് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സങ്കടപ്പെട്ട് നടക്കുന്നതാണിത്. മടുത്തവൻ എന്തേലും പറ. ഇതാരെങ്കിലും ഒന്ന് താങ്ങി പിടിക്കണേ എത്ര നല്ലത്. ചുമ്മാ ഒരു ആവേശം കെട്ടുന്നതാണ്. ഇച്ചിരി കൂടെ ഇരുന്ന് വെള്ളം കുടിച്ചാലോ കുറച്ച്. ഏത് റോഡ്? സ്പൈറ്റില്ലേ വെള്ളം കുടിക്കോ? സ്പൈറ്റ് കുടിക്കുള്ളൂ. നമ്മളെങ്ങനെയാ മുതുകയറ്റം കയറും? മുതുമല എടാ ചുമ്മാ അല്ല ഇതിന് മുതു പോയതാന്ന് പേരിട്ടെ. അവിടെ ചില മുതു പോണം നമ്മളെ. അടച്ച വെള്ളം കളയല്ലേ പിടി മുറുകെ പിടി. നീ പോകാൻ ഇറങ്ങി വന്ന ആൾക്കാര് ഭയങ്കര ഭയങ്കരം. ഇച്ചിരി വെള്ളം കുടിച്ചതിന്റെ അഹങ്കാരമാ ഇപ്പൊ തീരും. കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ കാറൊക്കെ കിടക്കുന്നുണ്ടല്ലായിരുന്നു. അവരൊക്കെ ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്ന ആളാണ്. അവനോട് ചോദിക്കാം എങ്ങനെയുണ്ടോ അവിടെ ചെന്നിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനിയും കുറെ പോകണ്ടോ ഒത്തിരി? ഓക്കെ, താങ്ക് യു. ഇവിടെ ആ കാണുന്നോ? ആണോ? മനുഷ്യരാ അപ്പ നിങ്ങളെപ്പോ കയറിപ്പോയതാ? അയ്യോ, അപ്പൊ മഞ്ഞ ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ആണോ? നിങ്ങൾ എവിടുത്തെ തരാ? ആണോ? ഫേമസ് ആയിപ്പോയല്ലേ? ഞങ്ങള് പിന്നെ സിവിക്കോല വേലല്ലോ. അപ്പൊ താങ്ക് യു. ഇനി ഒരുപാട് നടക്കാനുണ്ട്. തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പയ്യൻ പറഞ്ഞത്. മണ്ട ചെന്ന റേഞ്ച് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ആരെങ്കിലും വിളിക്കണമൊന്നും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ആ ചെറുക്കൻ പറഞ്ഞത് ഒത്തിരി നടക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല. നമ്മൾ അടുത്ത് ഇറങ്ങി വന്നാണ്. പക്ഷേ കയറി ചെന്നാൽ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത്. നല്ല മഞ്ഞുണ്ട്. ഒന്ന് മഴ പെയ്താൽ ഓക്കെ എന്നാണ് പറയുന്നത്. മഴ പെയ്താൽ നല്ല മഞ്ഞ് കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് നല്ല ആവേശം തുള്ളി എല്ലാം ചാടി കയറിയിട്ടുണ്ട്. കമോൺ എവരിബഡി കമോൺ. ഓയാ ഇപ്പൊ പോയവരൊരു കുറുക്ക് വഴി പറഞ്ഞു കൊടുത്താ അതിൽ കൂടെ ഞങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ റോട്ടിൽ കൂടെ പോകുന്നതാണ് എളുപ്പം. ഇത് നല്ല കുത്ത് കയറ്റമാണ് കേട്ടോ, നല്ല കുത്ത് കയറ്റമാണ്. അപ്പം അടുത്ത് പോകും നമ്മൾ ഒത്തിരി. നമ്മുടെ മുട്ടിൻ്റെ പഴുപ്പളകും. നടുവെല്ലാം കൂടെ നമ്മൾ 4 പേരാണ്. കൂടെ ഉള്ള ഒരുത്തനെ കാണുന്നില്ല. ഉണ്ട് വേണ്ടേ, താഴെ നിൽപ്പുണ്ട് കേട്ടോ. ആർക്കില്ലാവോ? 100 മീറ്റർ നടക്കുമ്പോൾ വെള്ളം കൂടിയാണ്. ആകെ ഒരു കുപ്പി വെള്ളമുണ്ട്. 1500 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് 10 മിനിറ്റിന് ശേഷം അടുത്തോളം വരുന്നത്. അല്ല പാവം. ആ കാണുന്ന മലയാണ് മുതുകോഴ മല. അവിടെയാണ് നമ്മൾ നടന്നെത്തേണ്ടത്. മുതുകോഴ മലയെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. അയ്യോ
ഇവന്മാർ ഇത് ഏത് റോഡാണ് കയറി പോകുന്നത്? എടാ നല്ല വഴിയെല്ലാം പോത്തില്ലടാ. അത് വഴി തീർന്നു. മുതുകുരാമലയും കൂടെ കാണിക്കുന്ന വണ്ടിയില്ലേ, പഴയ ചോട്ടി പോയി വേണം ഓറൊക്കെ എടുക്കുന്നത്. മറ്റേ പൈമരത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട്. തെന്നി പോവാ ആടാ. ഗൈസ്, അപ്പോൾ എല്ലാവരും വരണം കേട്ടോ ഇങ്ങോട്ട്. വേറൊന്നുമില്ല, രാവിലെ നടക്കുന്നവർ നടക്കണ്ട, ഇവിടെ വന്നിട്ട് നടന്നാൽ മതി. താഴോട്ട് നോക്കുമ്പോൾ എന്തോ പണ്ട് പഠിച്ചപ്പോൾ 90 ഡിഗ്രി ലംബമാക്കാൻ പറയുന്ന പോലെയൊക്കെ തോന്നുക. അയ്യോ, ഒന്നും ആയിട്ടില്ല, കിടക്കുന്നേ ഉള്ളെന്ന് ആ ചെറുക്കൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഓർത്തു അവൻ തമാശ പറഞ്ഞാന്ന്. ഇത് മക്കളെ, ഓ 1.5 കയറ്റമായി പോയേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ. ഒരു വ്ളോഗ് ചെയ്യണം. കൊറോണ ഒക്കെ അല്ലടാ, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ വാടാ നമുക്ക് പോവാം. എങ്ങോട്ടാടാ പോകണ്ടേ? മുതുകോഴമലയ്ക്ക് പോവാടാ. എവിടെയാടാ മുതുകോഴമല? അറിയത്തില്ലടാ. അൻസലിൻ്റെ കൂട്ടുകാരനറിയാം, അവനോട് ചോദിക്കേ. അളിയൻ ചോദിച്ചവൻ പറഞ്ഞു കുഴപ്പമില്ലടാ, സൂപ്പർ പ്രദേശമാണെന്ന് പറഞ്ഞു. ഇതറിഞ്ഞിരുന്നെങ്കിൽ കയറത്തില്ലായിരുന്നു. അയ്യോ, രാവിലെ 6:30 വല്ലതും വന്ന് കയറണ്ടായിരുന്നു, 11 മണിക്കല്ല. ആടാ വണ്ണം കുറയ്ക്കാനുള്ള ഈ മല ഒരു ദിവസം ഒന്ന് കയറിയാൽ മതി കേട്ടോ. താനെ കുറഞ്ഞോളും വണ്ണം. ഇത് കണ്ടോ ഉറം കയറി വരുന്നേ. എനിക്ക് എങ്ങനെയാ എന്നാ ഒരു ഉന്മേഷക്കുറവ്? പറ നീ. ജോലിക്ക് പോലും പോവാതെ ലീവ് എടുത്തിട്ട് വന്നാ. അടിപൊളി മലയാന്ന് പറഞ്ഞ് കൊണ്ടുവന്നാ. കയറി ചെല്ലുമ്പോൾ അറിയാം എന്നാവുന്നു. നമ്മൾ ഇതുവരെ കയറിയ മല ഇത്ര ഒന്നും കയറിയിട്ടില്ല. ഓ, ഏതായാലും മടുത്തു കേട്ടോ, നല്ലപോലെ മടുത്തു. നല്ല തണുപ്പാണ്. അള്ളിപ്പിടിച്ച് കയറണമെന്നൊക്കെയാണ് പറഞ്ഞത്. സത്യമായിരുന്നു. വല്ല സ്പൈഡർമാൻ സിനിമയിലെ അവനായിരുന്നെങ്കിൽ വല ചെയ്ത് അവിടെ ചെല്ലായിരുന്നു. ഏതായാലും വരണം കേട്ടോ, നല്ല സൂപ്പറാ. ഇതൊക്കെയല്ലേ രസം. ഇനി ഒന്നുകൂടെ വരുമെന്ന് ഇവന്മാരൊക്കെ പറയുന്നത്. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. എല്ലാം പറഞ്ഞാലും അറിയുള്ളൂ. നമുക്ക് പോയി തീരുമാനിക്കാം. എങ്ങനെയുണ്ട് വ്യൂ നോക്കാം. ഞങ്ങൾ ഓർത്തില്ല ഇത്ര സമയം പോകുന്നത്. ഒരു ദിവസം മൊത്തം വേണം ഇവിടെ കയറി കയറണം. കാരണം 1 മണിക്കൂറല്ല, ഒരു 1.5 മണിക്കൂർ വേണം കയറി നടക്കാൻ. നടക്കാൻ തന്നെ 1.5 മണിക്കൂർ വേണം. അപ്പോൾ അത് കണ്ടേ വരുന്നവർ വരാവുള്ളൂ. ഒരു ദിവസം ഏതായാലും അവിടെ പോയിട്ട് വ്യൂ ഒക്കെ കണ്ടിരിക്കണമെങ്കിൽ രാവിലെ ഒരു കാപ്പിപ്പൊടിയും കഴിഞ്ഞ് കയറിയാൽ, 7 മണിക്ക് കാപ്പി പിടിച്ചിട്ട് കയറിയാൽ ഒരു വൈകിട്ട് 3:30 ആകുമ്പോൾ ഇറങ്ങുന്ന രീതിക്കേ കയറാവുള്ളൂ. 5 മിനിറ്റ് നടക്കും, 10 മിനിറ്റ് വിശ്രമിക്കും. മടുത്തു. അയ്യോ 5 ഇതിലും ഭേദം മാതാമക്കളുമായിരുന്നു. വണ്ടിയിലും ചെല്ലുമായിരുന്നു. പാടാ കയറി പോവാം. ഇല്ല, വള്ളി പിടിച്ചാൽ കയറി പോകണം. ഇതാ കേട്ടോ വള്ളി. ഇതൊക്കെ പിടിച്ച് വേണം കയറിക്കോണം, അല്ലേ കയറത്തില്ല. വീഡിയോ ഒക്കെ ചിലപ്പോൾ ചെറുതായിട്ട് തലയും കാലൊന്നും കണ്ടില്ലെന്ന് വരും കേട്ടോ. കാരണം വയ്യാത്തോണ്ടാ. മക്കളെ മാമനോടൊന്നും തോന്നല്ലേ. അല്ല, ഏകദേശം വെള്ളം കുടിക്കട്ടെ. കയറ്റമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ മരത്തേല് ആരോ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടാണ് കണ്ടിട്ട് നിരപ്പായിട്ടാണ് തോന്നുന്നത്. ഏതായാലും എത്തി, എല്ലാവരും കിടന്നു പോയി. 1 രൂപ വെള്ളവും മേടിച്ചോളൂ, 1 രൂപ സ്പ്രൈറ്റും. ഏകദേശം ഇത്രയും കൂടെ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലെ വെള്ളം. ഈ വൈകിന് കുറേ നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്ലാസ്റ്റിക് എവിടെ ഒന്നും ഇടണ്ട കേട്ടോ, കുപ്പി കൊണ്ട് കളയാം. നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. ഇവിടെ ഇരുന്ന ഇരിപ്പ് മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ, നടപ്പ് നടക്കാത്തതുകൊണ്ട് നടക്കുകയാണ്. ഏറ്റവും കഴിഞ്ഞു. ഇനി നിരപ്പായ സ്ഥലമാണ്. നല്ല വ്യൂ ഒക്കെ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിരപ്പായ സ്ഥലമാണ്. കയറ്റം കഴിഞ്ഞു. ഏതായാലും ഒരാശ്വാസം വീണിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നതുകൊണ്ട് നല്ല വഴിയായി കിടപ്പുണ്ട് കേട്ടോ. ഈയിടെ തൊട്ടാണ് നടക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഈയിടെ ഇത്ര ഫേമസ് ആയത് മുതുകോഴമല എന്ന് പറഞ്ഞ് ഇത്ര ഫേമസ് ആയത് ഈയിടെ.
ശരിയാ, അവര് പറഞ്ഞ വെച്ച് നോക്കുമ്പം താഴെ നമ്മൾ ഇത്രയും കയറിയില്ലേ, എന്നാലും ഇപ്പൊ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ ശരിയാ. അതെ, ഷൂവിൻ്റെ ലേസൊക്കെ കഴിഞ്ഞ് കേട്ടോ. കയ്യാലൊക്കെ ഇവിടെ ആരും കൊണ്ട് കെട്ടിവെച്ചതാ. ആടാ സി അടുത്ത ആളുടെ പുറം ബൈക്ക് അല്ലേ? ആരൊക്കെ കൂന്ന് വെച്ചതാ. എത്തി നമ്മൾ മുതുകോര മല കാണുന്നുണ്ട്. ഇനി ആ മല വലിഞ്ഞു കയറണം കേട്ടോ. ആ മല നമ്മൾ വന്ന റോഡാണ് ആ താഴെ കാണുന്നത്. കണ്ടോ ആ മല ഇനി നമുക്ക് വലിഞ്ഞു കയറാം. നല്ല തണുപ്പുണ്ട്. ഒരു വീടുണ്ട് കേട്ടോ, പഴയ വീട്. ദേ ഒരു പഴയ പ്രൗഢിയിലൊരു വീട് ഇരിക്കുന്നു. ഒത്തിരി നടന്നതിന് ശേഷമാണെങ്കിലും അത്യാവശ്യം അടിപൊളി ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും ആ മല കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു പഴയ വീട് കാണുന്നുണ്ട്. അതെന്നാന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ആണോ? ഇതാണോ ബംഗ്ലാവ്? ഇതന്നെ ചേട്ടാ കൊണ്ട് ഇതന്നായിരുന്നു കൊണ്ട് റിസോർട്ടായിരുന്നു. ഇത് ഒരാൾ ഉടമസ്ഥതയുള്ള സ്ഥലമാണ് ഇത്. ഓ, ഈ മധുര കാണുന്ന. അപ്പൊ എന്നെ കൃഷിയൊക്കെ ഇവിടെ ആ വെട്ടാവുന്ന ആരുമില്ലേ? ഞങ്ങള് കൂട്ടിക്കല് ഈയിടൊക്കെ ഫേസ്ബുക്കിൽ കണ്ട്. ആണോ? ഞങ്ങൾ അങ്ങൊന്ന് താഴേന്ന് കയറി വന്നേ. KNR പ്ലാപ്പള്ളി. ആ അതില് കയറിയാ വന്നേ. ആണോ? ആണോ? ആ ഇതൊരു കോട്ടയംകാരുടെ പണ്ടത്തെ ഒരു വീട് പോലെ. അവർ വരുമ്പോഴത്തേക്കും ഗസ്റ്റ് ഹൗസ് പോലെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ബംഗ്ലാവാണ്. ഇപ്പോൾ ആകെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. പക്ഷേ മലയിലേക്ക് നേരെ കയറാം. ഒരു കിണറൊക്കെ ഉണ്ടെന്നാ മിക്ക പറയുന്നത്. പോയേക്കല്ലടാ അതിൻ്റെ അകത്തൊന്നും. ഭയങ്കര രസം കേട്ടോ, കുഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കേ. ആഹാ ആഹാ ഓ വരുന്നേ. അടിപൊളി അടിപൊളി. ആഹാ വ്യൂ ആണ്. നല്ല കാറ്റാണ്. ചെറിയൊരു മഴ പെയ്താണ്ടല്ലോ പക്കാ മഞ്ഞാന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വെയിൽ മാത്രമേ ഉള്ളൂ. മഞ്ഞ് കാറ്റുണ്ടെങ്കിലും മഞ്ഞൊന്നും കാണുന്നില്ല. വ്യൂ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കാം. ഈ പുല്ല് കണ്ണേ കൊള്ളാൻ നോക്കണം. കാരണം നമ്മളത്രയും പൊക്കത്തിലായി പുല്ല് നിൽക്കുന്നത്. കണ്ണേ കൊള്ളാൻ സാധ്യതയുണ്ട്. നോക്കി നടക്കണമെന്നാണ് അവന്മാർ പറയുന്നത്. കുഴിയുണ്ടെന്നാണ് പറയുന്നത്. നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയും കണ്ടും നടക്കണം. കണ്ണ് നിറ മിക്കി. ഒരു കമ്പൊക്കെ ആയിട്ട് കയറി വന്നാൽ നല്ലതായി. ഏറെക്കുറെ ഇതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി ഉണ്ട് നടക്കാൻ. കുറച്ച് വ്യൂ ഒക്കെ താഴെ കാണുന്നുണ്ട്. ഇനി കുറേ നടക്കാനുണ്ട്. ആണോ? ഞങ്ങൾ മടുത്തു പോയി. നല്ല വെയിൽ കേട്ടോ. സൂര്യൻ തലയ്ക്ക് മണ്ട ഉദിച്ച് നിൽക്കുന്നവരുണ്ട്. അല്ലോ സെൽഫി എടുക്കുക കേട്ടോ. ഇനി കയറാറുണ്ട്. ഒരു കാര്യമേ പറയാവുള്ളൂ, ആരും 11 മണിക്ക് ഇത് കയറാൻ വന്നേക്കില്ലേ. രാവിലെ ഒരു 6:30 ആകുമ്പോൾ കയറിയേക്കണം. കാരണം വെയിൽ
നല്ല വെയിൽ ഉദിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇപ്പോഴത്തേക്കും ചൂടങ്ങനെ വലുതായിട്ട് അടിക്കുന്നില്ല. പക്ഷേ എങ്കിലും ആ മഞ്ഞൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു മഴ പെയ്താൽ മാത്രമേ മഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂന്നാണ് വന്നു പോയവർ പറഞ്ഞേക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ മല കയറാൻ. വാ, പിള്ളേർസായിട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടാണ് അവന്മാർ വന്നേക്കുന്നത്. നമ്മൾ എന്നാവും അറിയത്തില്ല, കൂടെ വന്ന രണ്ടോമാർ മടുത്ത് അവിടെ ഇരുന്ന് പോയി. ഞാനും മനസ്സിൽ ഏതായാലും കയറാമെന്ന് തീരുമാനിച്ചു. എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നല്ലേ, സുബൈർ. പ്രത്യേകിച്ചും കാര്യമൊന്നുമില്ല, പേരില്ലല്ലോ കാര്യം, ബ്ലോഗിലല്ലേ. അഞ്ചോ കണ്ണാടി വെച്ചു ചിലപ്പോൾ കണ്ണാക്കുള്ളൂ. റോഷൻ അങ്ങനെയാണ്. ഏത് റോഷൻ? എൻ്റെ മികിൻ്റെ കൂടെ അവനങ്ങനെയാണ്. അവിടെ എപ്പോഴും നിൽക്കുന്നത് അവനെ അറിയാമല്ലോ. പിള്ളേരും വലിച്ചു കുടിച്ചൊക്കെ നടക്കുക. പൊളിസ്ഥലമാട്ടോ ഗൈസ്. അതാണ് വെമ്പാല മണ്ണിടിഞ്ഞേക്കുന്നത്. ആണോ അങ്ങനെ കാണത്തില്ല, അപ്പോൾ മണ്ട കേട്ട് പോകണം. അതാ വെമ്പാല. നല്ല സൂപ്പർ സീനറി കേട്ടോ. സൂപ്പർ സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. ഒന്നും ആയിട്ടില്ല, കിടക്കുന്നേ ഉള്ളൂ. ആ മല, ജസ്റ്റ് ആ മല. ഞങ്ങളിതേ ഇവിടെ എത്തി, ഇത്ര എത്തിയാൽ മതി. അപ്പോൾ പോവാം. കണ്ടോ, അവിടെയാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഈടെ നടന്നേക്കുന്നത്. മല തന്നെ ഇടിഞ്ഞു പോയേക്കുന്നതാണ് വെമ്പാല. അടുത്ത് കൈവക്കാൻ പോലും വയ്യേ. അസിയേ, അസിയേ, അവിടെ അങ്ങനെ കയറിയിട്ട് വരാം. ഇവിടെ വാടാ. കഴിഞ്ഞും കയറി പോകുന്നില്ല ഇതിലെ ഫോട്ടോ. ഒരു 500 മീറ്ററും കൂടെ കയറേണ്ട വരുമോ മല കയറണമെങ്കിൽ. ഞങ്ങൾ മടുത്തു. നല്ല വ്യൂ ആട്ടോ, നോക്കിയേ. താഴോട്ട് കുറേ പേരൊക്കെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അവർക്കൊപ്പം ഓടിയെത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അവരെനിക്ക് തോന്നുന്നു 8 മണിക്ക് കയറി വരാം അവരൊക്കെ. നല്ല ഫോട്ടോ വ്യൂ. ആ, ജീൻസ് വേണ്ടായിരുന്നു അല്ലേ? നമ്മളും ആ പാട്ടുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നേ. കയറണം, ഇച്ചിരി വെള്ളടാ. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, ഇനിയും കുറച്ചുകൂടെ ഉണ്ട് കയറാൻ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. തന്നെയല്ല, സേഫാണ്. മടുത്തു, ശരിക്കും മടുത്തു. അവൻ കുറച്ചും കൂടെ മണ്ട എത്തി, ഞാൻ മടുത്തു പോയി. നല്ല വ്യൂ ആണ്, നടന്ന് കയറാൻ പറ്റിയ സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ചെറിയ മഞ്ഞിൻ്റെ കുറവുണ്ട്, ചെറിയൊരു മഴ വല്ലതും ഉണ്ടെങ്കിൽ നല്ല നട്ടുച്ചയായി. ഇപ്പോൾ 1:30 മണിയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വെയിൽ നിങ്ങൾക്കറിയാമല്ലോ, ആ വെയിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ എങ്കിലും സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലരങ്ങ് മണ്ടേ ചെന്നിട്ടുണ്ട് കേട്ടോ മലയുടെ. അവനവിടെ ഇരിപ്പുണ്ട്, അങ്ങൊന്നും പോയിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഞാനവിടുത്തെ അവൻ അങ്ങ് ചെന്നു.
ഇരിക്കുന്നു, തണലും പറ്റി. ഇരിക്കാമോ? വേലയിലോ നിങ്ങളോ അടുത്തോടാ. നമ്മൾ വീണ്ടും മല കയറാൻ തുടങ്ങുകയാണ്. ആൾക്കാർ കുറേ പേര് ഇറങ്ങി വരുന്നു. നമ്മളും കയറാം. നല്ല കാറ്റൊക്കെ തുടങ്ങി കേട്ടോ. വെയിലൊക്കെ മാറി. അയ്യോ പോയാനിപ്പോൾ കിട്ടിയോ? ഏറെക്കുറെ എത്താറായിട്ടുണ്ട്. മടുത്തു. നല്ല മടുത്തു. ഒട്ടും വയ്യ, കയറാൻ വയ്യ. ഒരു 100 മീറ്ററും കൂടെ വേണ്ട കയറാൻ. നമ്മൾ പിന്നെ പറ്റത്തില്ല, മാറി പിന്നെ അറിയത്തില്ല. മണ്ട കയറി തണുതാന്നോർത്താൽ മതി കയറുന്നു. വെള്ളമൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഫോട്ടോ എടുത്തോ. വീഡിയോ എടുക്കാം. ഏറെക്കുറെ മണ്ട എത്തി കേട്ടോ. നല്ല തടവാടി. എടാ കോൺക്രീറ്റ് റോഡും ഉണ്ട്. നമ്മൾ മുതുകോഴ മല ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെറിയ ചാറ്റൽ മഴ പോലും ഇല്ല. അതുകൊണ്ട് വെയിലാണ്. മഴ പെയ്താലെന്ന് പറഞ്ഞാൽ ഇത് 360 വ്യൂ റൊട്ടേഷനിൽ വ്യൂ ആട്ടോ. 360 റൊട്ടേഷൻ വ്യൂ ആണ്. കാരണം ഒരു മലയ്ക്ക് അതായത് തന്നെ ഒരു അച്ചുതണ്ട് പോലെ ഈ മല നിൽക്കുവാണ്. ചുറ്റും മൊത്തം ടൗണാണ്. അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഈ മല ഇച്ചിരി കൂടെ ഞങ്ങൾക്ക് കയറാറുണ്ട്. ഞങ്ങൾ കയറിയില്ല, കാരണം അവിടെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. ഇതിപ്പോൾ നിങ്ങൾ താഴെ പുറകെ കാണുന്ന പോലെ തന്നെ ചുറ്റി, അതായത് ഇത് ചുറ്റി മൊത്തം മലകളാണ്. നിങ്ങളിത് പുറകെ കാണുന്ന പോലെ തന്നെ ചുറ്റി ഓരോ ഗ്രാമപ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. നല്ല വ്യൂ ആണ്. പക്ഷേ ചെറിയൊരു മഴ വേണമായിരുന്നു. മഴ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഏതായാലും നമ്മളിവിടുത്തെ യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ്. ചെറിയല്ല, നല്ല കാറ്റ് വീശുന്നുണ്ട്. നമ്മളെ തെറിപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റ് പോലെ തോന്നുന്നുണ്ട്. ഏതായാലും വന്ന് ശരിക്കും വണ്ടയും കൂടെ കയറണോടാ. ഏതായാലും കുറച്ചും കൂടെ ഉള്ളൂ. അതും കൂടെ കയറിയിട്ട് നമുക്ക് ബൈ പറയാം. കാലിനൊക്കെ ഒരു ആശ്വാസം കിട്ടി. ടോപ്പ് നമ്മൾ അവസാനം എത്തിച്ചേർന്നേക്കുവാണ്. അപ്പോൾ മുതുകോഴമല കണ്ടതിന് ശേഷം നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഏതായാലും
നല്ലൊരു വ്യൂ നമുക്ക് കിട്ടി കേട്ടോ. ക്യാമറ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇതെല്ലാം ഒരു വ്യൂ പോയിൻ്റാണ്. ക്യാമറയിൽ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്, കണ്ണിൽ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോടാ? സൂപ്പർ. അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരണം കേട്ടോ. പിന്നെ ശ്വാസം മുട്ടലുള്ളവരൊക്കെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പരമാവധി രാവിലെ കയറുക, കഴിഞ്ഞ് കയറുക. അല്ല ഉച്ച കഴിഞ്ഞ് കയറുക. ഒന്നെങ്കിൽ 1 മണിക്ക് ചോറുണ്ടിട്ട് കയറുക, അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പ് കയറുക. കാരണം എന്നാലേ ഇവിടെ കയറിയിട്ട് കാര്യമുള്ളൂ. കാരണം വെയിലത്ത് കയറിയാൽ നമ്മൾ അണയ്ക്കും. കയറ്റമാണ്, മൊത്തം കയറ്റമാണ്. ഇനി തിരിച്ച് ഇറക്കമാണ്. കയറുന്നതിനെക്കാട്ടും പാടമാണ് ഇറങ്ങാൻ. പക്ഷേ സംഭവമില്ല, കുഴപ്പമില്ല. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കയറാം. അല്ലടാ? സൂപ്പറാ, സംഭവം പൊളിയാണ്. ഏതായാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അറിയാവുന്നവരിലൊക്കെ എത്തിക്കണം. ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിയേക്കണം പിടിച്ച്. ഏതായാലും അടുത്ത വീഡിയോ ഈ കാണുന്നത് വരെ ഗുഡ് ബൈ, ടാറ്റാ. പണി കൊടുക്കും.